ചേട്ടാ, ഞാൻ എൻ്റെ കമ്പനിയിൽ സോഫ്റ്റ്വെയർ മാറാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്യാം? ഒരു നല്ല സോഫ്റ്റ്വെയർ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യണം? ഞാൻ എന്ത് ശ്രദ്ധിക്കുന്നത്? ഇതിലേ ആദ്യം തന്നെ ഉള്ളൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ കമ്പനി വരുമ്പോൾ അവർ സെയിൽസിൻ്റെ ആൾക്കാരെ വന്നെ. ഇവർ വന്നിട്ട് തള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസല് തള്ളായിരിക്കും. തള്ളിന്നൊരു മയമില്ലാത്ത തള്ളുക. അപ്പോൾ അവർ ഒരു PPT പ്രസൻറ്റേഷൻ കൊണ്ടുവരും. എന്നിട്ട് അതിൽ കുറേ കഥകൾ പറയും. ഞങ്ങളുടെ കമ്പനി 2000 തുടങ്ങി, 5 പേരായിട്ട് തുടങ്ങി. ഞങ്ങളുടെ ഡയറക്ടർ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളാ, വലിയൊരു MNC പേരായിരിക്കും. അവർ ചിലപ്പോൾ 2 മാസം ജോലി ചെയ്തിട്ടുണ്ടാവുള്ളൂ, ജോലി ചെയ്തു എന്ന് പറയുള്ളൂ. അങ്ങനെ പറയും. പിന്നെ ഒരു ഗ്രാഫ്, 2 പേരുടെ തല, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 5 പേരുടെ തല, പിന്നത്തെ കൊല്ലത്തിൽ ഇപ്പൊ 25 പേരുടെ തല, പിന്നത്തെ കൊല്ലത്തിൽ കഴിഞ്ഞപ്പോ 4-5 രാജ്യങ്ങളില് 25 പേരുടെ തല. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രോത്ത്. ഇങ്ങനെ പറയും. ഇപ്പൊ നമ്മളാരും അന്വേഷിക്കാൻ പോകില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കുറെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ചെയ്യും. മനസ്സിലായോ? നമ്മുടെ ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ഇടിക്കുള എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ എന്റെ അടുത്ത് ഡെമോന് വരുമ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നീ പറയേ, അല്ലാണ്ട് നിന്റെ ഡെമോ ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടെന്ന് പറയും. അതുപോലെയാണ് കഥകള്. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയില്ലേ, ഇതാണ് ഇതിന്റെ കാര്യം. അപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുമ്പോ കറക്റ്റായിട്ട് ഈ സാധനം വർക്ക് ചെയ്യിപ്പിച്ച് വാല്യൂ അടിച്ച് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് കിട്ടുമോന്ന് ലൈവായിട്ട് അവരോട് കാണിച്ചു തരാൻ പറയണം. PPT പ്രസന്റേഷൻ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എക്സൽ ആർക്കും വേണമെങ്കിലും ഡാറ്റ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ ഡാറ്റ പ്രാക്ടിക്കൽ ആയിക്കോണമെന്നൊരു നിർബന്ധമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരെവിടെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുക, ചെയ്തവരോട് റെഫറൻസ് ചോദിക്കുക. എങ്ങനെയാണ് അവരുടെ റിവ്യൂ, അത് കൊള്ളാവുന്നതാണോ, ഇവർ ഈ പറയുന്ന പോലെയൊക്കെ എടുത്ത് തരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയും, നമ്മളൊരു രോഗിയും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർകാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ഡോക്ടർ പോലെ നമ്മൾ കാണണേ. നമ്മളൊരു പ്രശ്നമായതുകൊണ്ട് സോഫ്റ്റ്വെയർ മാറ്റണേ. അപ്പൊ ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പോണ കമ്പനിയാണ് ഈ മുമ്പിൽ വന്നിരിക്കുന്നത്. അവനതിന് പറ്റുമോ എന്നുള്ളത്, അവനതിനുള്ള വിവരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് നോക്കാണ്ട് നമ്മൾ ഈ സാധനം പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ നമ്മള് ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോ അതിന്റെ 10 കാര്യം അവ ഇങ്ങോട്ട് പറഞ്ഞു തരണം. ശരിയത്. അല്ലാണ്ട് നമ്മൾ പറയുന്നത് അവൻ ചെയ്തുതരാം സാർ, ഇതിലുണ്ട് സാർ എന്നൊക്കെ പറയുന്ന ഒരു നില വന്ന. ഞാൻ പിന്നെ ഒരു കാറ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അപ്പൊ ഇതിന് കണ്ടമാനം പ്രശ്നങ്ങള്. അതായത് ഭയങ്കര വൈബ്രേഷൻ, അത്യാവശ്യം വിലയുള്ള കാറാണ്, നല്ല വൈബ്രേഷൻ കാറിന്. അതുപോലെ അതിന്റെ അഡാസ് കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അഡാസ് പറഞ്ഞു മുമ്പിലെ വണ്ടി മേടിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ബ്രേക്ക് ചെയ്യാണ്ടിരുന്നത് ഭാഗ്യത്തിന് ഞാൻ ബ്രേക്ക് ചവിട്ടി, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് പോയി തന്നെ. ആ നിലയ്ക്കാണ് വണ്ടി പോയി നിന്ന്. തൊട്ടില്ല, ഒരു 5 mm ഗ്യാപ്പിൽ പോയി നിന്നു നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ മറുപടിയാണ്, വണ്ടി സർവീസ് ചെയ്തിട്ടില്ലാന്ന്, അതുകൊണ്ടാണ് വണ്ടി ഇടിക്കാൻ പോയത്. ഞാൻ ചോദിച്ചു, 22,000 കിലോമീറ്റർ ഓടിയ വണ്ടി അഡാസ് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സർവീസിന്റെ കുഴപ്പമില്ല. അത് നിന്നെ ഞാൻ എപ്പോഴും വണ്ടി ഇറക്കി വിടുന്നു പറഞ്ഞു. ഇവ ഓർത്താണ് മനസ്സിലാവില്ല. ഇനി അടുത്തത് ലൈൻ ട്രാക്ക് അസിസ്റ്റൻസ് കാണിച്ചു തന്നു. അപ്പൊ എന്റെ വൈഫ് ലെഫ്റ്റിലിരിക്കുക, വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് വെട്ടി കഴിഞ്ഞ് പോവുക. അപ്പൊ വൈഫ് പറയണ്, ഞാനാ സൈഡിൽ ഇരിക്കണേട്ടാ, വണ്ടി നേരെ അപ്പുറത്തുള്ള കൂടിയിരിക്കാ പോണേ. അപ്പൊ ഇങ്ങനെ എടുത്തു, ട്രാക്ക് അസിസ്റ്റൻസ് ഒന്നും ഇല്ല, വണ്ടി അങ്ങോട്ട് പോവില്ല, അതിന്റെ അഡാസ് വർക്ക് ചെയ്യുന്നില്ല, അതിനെന്താ കംപ്ലൈന്റ്. അപ്പൊ ഇവരെ പറയണ ന്യായീകരണം സർവീസ് ചെയ്യാത്തോണ്ടാണ്. സസ്പെൻഷൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തത്, സ്റ്റിയറിംഗിന്റെ ടൈറ്റ്, മറ്റേ അഡാസ് വർക്ക് ചെയ്യാത്തത്, എല്ലാ കാരണവും സർവീസ് ചെയ്യാത്ത. ഞാൻ പറഞ്ഞു, നീ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് ആരോഗ്യം. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളൊരു സാധനം ഡെമോ ചെയ്യാൻ പറയുമ്പോ അത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കണം. അല്ലാണ്ട് അവര് പറയാണ് എന്തെന്ന്, ഇത് സർവീസ് ചെയ്യാത്തോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇത് എന്റെ വേറെ ഡെമോ വെർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയണേ. അത് വെറും വായ്പാ. അവനോട് മര്യാദയ്ക്ക് അത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാൻ പറയാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാന്ന് പറയാ. അതാണ് അതിന് ചെയ്യേണ്ട പണി. മനസ്സിലായോ പറഞ്ഞത്? അല്ലാണ്ട് ഇവ കൂടായ്പകൾ ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ഒരു സാധനം പർച്ചേസ് ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ഉറപ്പായിട്ടും പറയണം, നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ, ആ സാധനം വർക്ക് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ സൂക്ഷിക്കണം.
ഇതാണ് ഇതിൽ പറയാനുള്ള കാര്യം. ഓക്കെ. PPT നോക്കി എക്സൽ നോക്കി ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സെലക്ട് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യരുത്. അതിങ്ങനെ ഗ്രാഫിൽ ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു തരും, പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. അത് പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ.